നമസ്കാരം. ബിഗ് ബോസ് വളരെ രസകരമായ അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു ജയിൽ നോമിനേഷൻ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് 9 വോട്ട് അനീഷിനും 9 വോട്ട് ആദിലയ്ക്കും. ആദിലയുടെ ഒരു വോട്ട് ഭയങ്കര അത്ഭുതകരമായ ഒരു വോട്ടാണ്. അതായത് ആ ഒരു വോട്ടെന്ന് പറയുന്നത് നൂറയുടെ വോട്ടാണ്. അപ്പോൾ ഇന്ന് ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ഫാൻസ് ക്ലബ്ബ് അനീഷിനെ ഒരു ടാസ്കിന് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നു. അത് കണ്ടപ്പം മിക്കവർക്കും മനസ്സിലായി അനീഷിന് പുറത്ത് നല്ല ഫാൻസ് ഉണ്ടെന്ന്. ഇതറിഞ്ഞ നൂറ ആദിലെ അടപടലം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞിട്ട് മാറ്റുന്നുണ്ട്. നിന്നെ ഇങ്ങനെ പോയാൽ ഞാൻ ജയിൽ നോമിനേഷൻ ഇടും, നിങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയി കിടന്നിട്ട് ശരിയായിട്ട് വാ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഇന്ന് ജയിൽ നോമിനേഷൻ സമയത്ത് അക്ബറും നെവിന് പറഞ്ഞ ജിഷിനൊക്കെ പറയുന്നുണ്ട് ആദില അനീഷിനെ വിളിച്ച തെറിയും അതെറി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തിട്ട് അതിഭയങ്കരമായിട്ടൊരു ഇടിയും കൊടുത്തു. ഇത് രണ്ടും പറഞ്ഞിട്ടാണ് ആദിലെ എല്ലാവരും നോമിനേറ്റ് ചെയ്തത്. അതുപോലെ ആദിലയുടെ സ്വഭാവം ഒട്ടും ശരിയല്ല, ആ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നെവിൻ്റെ പേര് പറഞ്ഞവരുണ്ട്, ജിസേലിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ജിസേലിൻ്റെ പേര് അഭിലാഷാണെന്ന് പറഞ്ഞത്. അതായത് ഇപ്പോഴും എല്ലാവരും ഓരോരുത്തരും അവരവരുടെ ടാസ്കുമായിട്ട് വരുന്നുണ്ട്. ആദ്യമൊക്കെ തക്കാളിയും ഇതും ഉരുളക്കിഴങ്ങും ഒക്കെ ആയിരുന്നു വിഷയം ജയിൽ നോമിനേറ്റ് ചെയ്യാനുള്ള. പക്ഷേ ഇപ്പം എല്ലാവരും മാറി. പക്ഷേ ജിസേൽ ഇപ്പോഴും തക്കാളിക്കകത്തുമൊക്കെ നിൽക്കുകയാണെന്നുള്ളൊരു കാര്യം അത് പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് എന്തായാലും പക്ഷേ എല്ലാവരും എല്ലാവരും ആ ബോട്ടിൽ ടാസ്ക്കാണ് മെയിനായിട്ട് പറഞ്ഞത്. ബോട്ടിൽ ടാസ്ക് ഒട്ടും ശരിയായി അവസാനം അനീഷ് ഈ പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പാടുണ്ടെന്ന് പറയുമ്പോൾ പോലും ആര്യൻ്റെ 2 കുപ്പി കളഞ്ഞു, എല്ലാം നശിപ്പിച്ച കാര്യം ഒക്കെയാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് മെയിനായിട്ടും പറഞ്ഞ അനീഷിനോടുള്ള ഈ സമീപനവും ഈ അടിയും ഈ തെറിയുമാണ്. അതുപോലെ അനീഷിൻ്റെ ഈ ചൊറിയുന്ന വർത്തമാനത്തെക്കുറിച്ച് ലക്ഷ്മി പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പം ഫാൻസ് അനീഷിന് കൂടുതലാണെന്നുള്ള കാര്യം നൂറയ്ക്ക് മനസ്സിലായി. നൂറ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തു. അത് കഴിഞ്ഞ് അനീഷ് വന്ന് പാത്രം കഴുകാൻ പറയുന്ന സമയത്ത് ഒന്നും മിണ്ടാതെ ആ കഴുകാമെന്നും പറഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞിട്ടില്ലേ മിണ്ടാപ്പൂച്ച എന്ന് വെച്ചാൽ ഒരു പൂച്ചക്കുട്ടി പോകുന്ന പോലെ, പുലിയായിട്ട് വന്നിട്ട് പൂച്ചക്കുട്ടി പോകുന്ന പോലെ അല്ല എലിക്കുഞ്ഞു പോകുന്ന പോലെ പോയി മിണ്ടാതെ പോയി പാത്രം കഴുകുന്നു. ഒരക്ഷരം മിണ്ടിയില്ലെന്നുള്ള. അത് രാവിലെ ഞാൻ പറഞ്ഞായിരുന്നു, രാവിലത്തെ വീഡിയോക്കകത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞു, യുദ്ധം അനീഷും അതിലുമായിട്ടുള്ള യുദ്ധം കണ്ടുകൊണ്ടാണ് നമ്മൾ ബിഗ് ബോസ് തുറക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതാ ഈ നൂറ പറഞ്ഞപ്പോഴാണ് ആദിലയുടെ തലയിൽ എന്തോ വെളിച്ചം കണ്ടത്. പുള്ളിക്കാരി ഒന്നും മിണ്ടാതെ പോയി. നമ്മൾ ഇന്നലത്തെ പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ്, പക്ഷേ ഇന്ന് അതൊന്നുമില്ല. ഇപ്പം മിണ്ടാതെ പോയി ഇത് കഴുകുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം പുള്ളിക്കാരിക്ക് കാര്യം പിടികിട്ടി ഇങ്ങനെ പോയാൽ പണി പാളുമെന്ന്. മോഹൻലാൽ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞതിൻ്റെ ആണോ എന്താണെന്ന് അറിയത്തില്ല. കുറച്ച് ഇളക്കം കൂടുതലായിരുന്നു, പക്ഷേ അതിപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആദിലയും അനീഷും കൂടെയാണ് ഇന്ന് ജയിലിലേക്ക് പോകാൻ പോകുന്നത്. ഇനി അവിടെ കിടന്ന് അവരെന്താണ്. അപ്പം നൂറ പറയുന്നു പുള്ളിയോട് സോറി പറയണമെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് നൂറ. സംഭവം നമുക്ക് കാണാം.